വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8ന്റെ ചാപ്റ്റർ 6 ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ടിനകത്തെ അവസാനത്തെ എക്സസൈസ് പാർട്ടാണ്. അവസാന എക്സസൈസ് പാർട്ട് ആയിട്ടുള്ള 6.2നകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോസ് ആണെങ്കിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, അതായത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഓരോ ലിങ്ക്സും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക്സ് കയറിയിട്ട് നിങ്ങൾ വീഡിയോസ് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോ ഞങ്ങളുടെ മെയിൽ ഐഡിയിലോ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യൂബ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഈവൻ. അതായത് ഇവിടെ തന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ഏതൊരു ഓഡ് നമ്പറിന്റെയും ക്യൂബ് എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. ഓക്കെ, അതിന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ക്യൂബ്. 3 ക്യൂബ് എത്രയാ? 3 × 3 × 3 3 × 3 9 9 × 3 27. അപ്പൊ 3 ക്യൂബ് 27. 27 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണോ? അല്ല. അപ്പൊ അതോടെ തെറ്റി അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ക്യൂബ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഈവൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് A perfect cube does not end with 2 zeros. Okay, ഒരു പെർഫെക്റ്റ് ക്യൂബ് 2 zeros-ൽ എൻഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഓക്കെ, ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം 10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ് അല്ലെ. ഓക്കെ, ഇതേപോലെ തന്നെ 100ന്റെ ക്യൂബ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്നത് എത്രയായിരിക്കും? 6 zeros ആണ്. അതായത് ഇവിടെ വന്നിരിക്കുന്നത് 3 zeros ആണ്, ഇവിടെ വന്നിരിക്കുന്നത് 6 zeros ആണ്. 3 zeros, ഇവിടെ വന്നിരിക്കുന്നത് 6 zeros ആണ്. ഓക്കെ, അപ്പോ ഈ പെർഫെക്റ്റ് ക്യൂബ് ഡസ് നോട്ട് എൻഡ് വിത്ത് 2 zeros എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ പെർഫെക്റ്റ് ക്യൂബ് എപ്പോഴും സീറോസിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സർട്ടൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് എപ്പോഴും 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ 3 zeros ആണ്, ഇവിടെ 6 zeros ആണ്. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് ഉള്ള സീറോസ്, അത്രയും എണ്ണം സീറോസ് ആയിരിക്കും ഒരു പെർഫെക്റ്റ് ക്യൂബ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാം. Next statement, if a square of a number ends with 5, then its cube ends with 25. Okay, ഒരു നമ്പറിന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 5 ആണെങ്കിൽ, അതിന്റെ യൂണിറ്റ് ഡിജിറ്റിന്റെ പ്ലേസിൽ വരുന്നത് 5 ആണെങ്കിൽ അതിന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 25 ആയിരിക്കും എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 25ന്റെ സ്ക്വയർ നമുക്ക് എടുത്തപ്പോൾ കിട്ടി ഇത്രയാണ്, 625 ആണ്. ഇതിന്റെ എൻഡില് യൂണിറ്റ് ഡിജിറ്റിൽ വന്നിട്ടുള്ളത് 5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യൂബ് വരുന്നത് 25ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ക്യൂബ് 25ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. അത് ആ ഒരു കേസിൽ കറക്റ്റ് ആണ്. ഇനി നമ്മൾ വേറൊരു കേസ് ചെക്ക് ചെയ്യാണ്. 35 സ്ക്വയറിനകത്ത് അതിന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 5ലാണ്. ദെൻ അതിന്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 75ലാണ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് ട്രൂ അല്ല. If a square of a number ends with 5, then its cube ends with 25 എന്ന് പറയുന്നത് ഒരു false statement ആണ്. Okay, next statements നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. There is no perfect cube which ends with 8 എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതായത് 8ൽ എൻഡ് ചെയ്യുന്ന പെർഫെക്റ്റ് ക്യൂബ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. So many perfect cube ends with 8. അപ്പൊ ഇതൊരു false statement ആണ്. ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരുപാട് പെർഫെക്റ്റ് ക്യൂബ്സ് 8ൽ എൻഡ് ചെയ്യുന്നതുണ്ട്. അതായത് യൂണിറ്റ് ഡിജിറ്റിൽ 2 വരുന്ന എല്ലാ നമ്പേഴ്സിന്റെയും പെർഫെക്റ്റ് ക്യൂബ് ഏതിലായിരിക്കും എൻഡ് ചെയ്യുന്നത്? 8ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അല്ല, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റിൽ 2 വരുന്ന ഏതൊരു നമ്പറിന്റെയും പെർഫെക്റ്റ് ക്യൂബ് എൻഡ് ചെയ്യുന്നത് 8ലാണ്. ഓക്കെ,
നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ക്യൂബ് ഓഫ് എ 2-digit നമ്പർ മേ ബി എ 3-digit നമ്പർ. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഒരു 2-digit നമ്പറിന്റെ ക്യൂബ് ചിലപ്പോൾ ഒരു 3-digit നമ്പർ വരാം എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സ്മോളസ്റ്റ് 2-digit നമ്പർ ഏതാണ്? 10 ആണ് അല്ലെ. 10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫോൾസ് ആണ്. Okay, the cube of a 2-digit number may be a 3-digit number. അതായത് 2-digit നമ്പറിന്റെ ക്യൂബ് ഒരു 3-digit നമ്പർ ആകാം, ചിലപ്പോൾ ആകാം എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഏറ്റവും ചെറിയ ഒരു 2-digit നമ്പർ ചെക്ക് ചെയ്ത് നോക്കി. അതായത് ഏറ്റവും ചെറിയ 2-digit നമ്പർ ഏതാണ്? 10 ആണ്. 10ന്റെ ക്യൂബ് അതിനകത്ത് എത്ര ഡിജിറ്റ് ആണ് വരുന്നത്? 4 ഡിജിറ്റ് ആണ് വരുന്നത്. ഓക്കെ, 4-digit നമ്പർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ക്യൂബ് ഓഫ് 2-digit നമ്പർ മേ ഹാവ് 7 or more digits. ഓക്കെ, ഒരു 2-digit നമ്പറിന്റെ ക്യൂബിനകത്ത് 7 അതിൽ കൂടുതലോ ഡിജിറ്റ്സ് ഉണ്ടാകാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ചിലപ്പോൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ സ്റ്റേറ്റ്മെന്റ്. ഹയസ്റ്റ് 2-digit നമ്പർ ഏതാണ്? ഏറ്റവും വലിയ 2-digit നമ്പർ ഏതാണ്? 99 ആണ്. 99ന്റെ ക്യൂബ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാ? ഈ ഒരു നമ്പർ ആണ് കിട്ടുന്നത്. ഈ ഒരു നമ്പറിനകത്ത് 6 ഡിജിറ്റ്സ് ആണുള്ളത്. ഓക്കെ, 1 2 3 4 5 6. അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും വലിയ 2-digit നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. 99ന്റെ ക്യൂബിനകത്ത് 6 ഡിജിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ഒരു 2-digit നമ്പറിന്റെ ക്യൂബിനകത്ത് 7 അതിൽ കൂടുതലോ വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ഏറ്റവും വലിയ 2-digit നമ്പറിനകത്ത് തന്നെ അതിന്റെ ക്യൂബ് കണ്ടപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സംഖ്യയില് 6 ഡിജിറ്റ്സേ ഉള്ളൂ. അപ്പൊ ഒരിക്കലും ഒരു 2-digit നമ്പറിനകത്ത് 7 അതിൽ കൂടുതലോ ഡിജിറ്റ്സ് വരാനായിട്ടുള്ള അതിന്റെ ക്യൂബിനകത്ത്, ഓക്കെ, അത്രയും ഡിജിറ്റ്സ് വരാനുള്ള സാധ്യത ഇല്ല. അപ്പൊ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ക്യൂബ് ഓഫ് എ സിംഗിൾ-digit നമ്പർ മേ ബി എ സിംഗിൾ-digit നമ്പർ. ഓക്കെ, ഒരു സിംഗിൾ-digit നമ്പറിന്റെ ക്യൂബ് സിംഗിൾ-digit തന്നെ വരാം എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നോക്കാം, 1ന്റെ ക്യൂബ് എത്രയാണ്? 1 തന്നെയാണ് അല്ലെ. ഇനി 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ-digit നമ്പറിന്റെ ക്യൂബ് സിംഗിൾ-digit തന്നെ വരാം എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ചാപ്റ്ററിനകത്ത് എല്ലാ വീഡിയോസും ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എല്ലാ വീഡിയോസിന്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്ത വീഡിയോസ് ഒക്കെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ മെയിൽ ID ഉണ്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ. അപ്പൊ അതിന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലോട്ട് മെയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.